ഹായ്, ഗുഡ് മോർണിംഗ് ചങ്കുകളെ. എന്തൊക്കെയാണ് വിശേഷം? ഞാൻ രാവിലെ 5-6 പച്ചമുളക് പറിക്കണമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ ചെറിയൊരു കൃഷിത്തോട്ടമുണ്ട്. അവിടേക്കൊന്ന് ഇറങ്ങി വന്നതാണ്. അപ്പം ഞാൻ കരുതി എന്നാൽ പിന്നെ നിങ്ങളെ കൂടെ ഇതൊന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച്. കണ്ടോ, പച്ചമുളകല്ല, ഇതെന്തോ വെള്ളക്കാന്താരി. ഇതിൻ്റെ പേരെന്തുവാണെന്നറിയില്ല. വെള്ളക്കാന്താരി എന്നാണ് പറയുന്നത് ഇവിടെ. നിങ്ങളുടെ അവിടെയൊക്കെ എന്താണോ പറയുന്നതെന്ന് അറിയത്തില്ല. ആ കൂട്ടത്തിൽ വേണ്ട നീലക്കാന്താരിയും ഉണ്ട്. നീല കുറച്ചുണ്ട്, നീല അതങ്ങനെ. അത് കഴിയുമ്പം കണ്ടോ പച്ചമുളകാണ്. കാണാമല്ലോ പച്ചമുളക്. ഇതാ വേറൊരെണ്ണത്തിൽ കുറേയേറെ ഉണ്ട് പച്ചമുളക്. അതും വലിയ കൊമ്പൻ മുളകാണ്. നല്ല ഇതൊക്കെ എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ സൈഡിലായിട്ട് മുറ്റത്തിൻ്റെ അവിടെ ഈ ബാഗ് ഉണ്ടല്ലോ, അതിനകത്ത് വെച്ചേക്കുന്നതാണ്. ആ കൂട്ടത്തിൽ തന്നെ കണ്ടോ 2-3 റോസാപ്പൂക്കൾ. അതാണ് പച്ചമുളക്. അങ്ങനെ കുറേ ഉണ്ട് പച്ചമുളക്, ഒരു 3-4 മൂടുണ്ട്. ഇത് താണ്ടൊരു മൈലാഞ്ചി ചെടി. ഇതാണ് എൻ്റെ മുടിയുടെ രഹസ്യം, ഈ മൈലാഞ്ചി ചെടി. അതാണ് ഈ മൈലാഞ്ചി ചെടിയിൽ നിന്ന് ഇല ഊരിയിട്ടിട്ട് എണ്ണ അനത്തും. ഇത് തലയിലൊക്കെ അരച്ച് പരട്ടും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കഥ. എൻ്റെ ചെറിയ കൃഷിത്തോട്ടം. അതുകൊണ്ട് വേറൊരു മൂട് ചെറിയ ഇതുകൂടെ ഉണ്ട്. അങ്ങനെ ഒരു ചെറിയ മാവ്, പക്ഷെങ്കിൽ അത് 3-4 കൊല്ലമായി അതങ്ങോട്ട് പൂക്കുന്നില്ല. അങ്ങനെ ഇത് മുറ്റത്തിൻ്റെ സൈഡിൽ നിൽക്കുന്നതാണ്. പിന്നെ വേണ്ട കണ്ടോ കരിമ്പ്, നല്ല നാടൻ കരിമ്പ്. വേണ്ടങ്ങ് വലിയതാണ്. ഇവിടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്നൊക്കെ വന്നിട്ട് ഇത് ഈ ഗണപതി ഹോമത്തിനൊക്കെ വന്നിട്ട് വാങ്ങിയെടുത്തിട്ട് പോകും. അതാണ്. പിന്നെ ഈ ചെടി എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഓർമ്മയാണ്, കപ്പച്ചെടി. ഇത് ഞാൻ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൻ്റെ തൊട്ട് താഴെ ഒരു വീട്ടിലുണ്ടായിരുന്നു. അവരോട് ചോദിച്ചണക്കെ അവർ തന്നില്ല. അത് പിന്നീട് ഞാൻ സ്കൂൾ വിട്ടിട്ട് അവിടെ അങ്ങനെ നിന്നിട്ട് വൈകിട്ട് 5:30-6 മണിയാകുന്നിടം വരെ അവിടെ നിന്ന് അവരെല്ലാവരും കതകൊക്കെ അടച്ചിട്ട്, സന്ധ്യയ്ക്ക് കഥ അടയ്ക്കുമല്ലോ, അടച്ചു കഴിയുമ്പോഴത്തേനും ഞാൻ കട്ടൊടിച്ചുകൊണ്ട് വന്ന് നട്ട അതിൻ്റെ ചെറിയ ചെറിയ കമ്പുകളൊക്കെ വെച്ചിട്ട് ഇപ്പോഴും എൻ്റെ വീട്ടിലുണ്ട്. അതാണ് ഈ കപ്പച്ചെടിയുമായിട്ടുള്ള എൻ്റെ വിശേഷം. മൂട്ടിച്ചു കൊണ്ടുവന്ന കപ്പച്ചെടിയാണ്. ആരും കേൾക്കണ്ട. പക്ഷെങ്കിൽ പിറ്റേ ദിവസം അവർക്ക് മനസ്സിലായി ഞാനാണ് അവിടെ നിന്ന് ഒടിച്ചുകൊണ്ട് പോകുന്നതെന്നുള്ളത്. അവർ പിന്നെ ഒന്നും പറഞ്ഞില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ വേറെന്തൊക്കെയുണ്ട് കൂട്ടുകാരെ രാവിലെ വിശേഷങ്ങൾ? ഇതാണ് എൻ്റെ വീട്. രാവിലെ ഞാൻ ചുമ്മാത് കണ്ടിങ്ങനെ ഇരുന്നപ്പോഴും രാവിലെ മീൻകറി വെക്കാൻ കുറച്ച് പച്ചമുളക് എടുക്കാനൊക്കെ കൊണ്ട് ഇറങ്ങിയപ്പോൾ ആലോചിച്ചു, എന്നാൽ പിന്നെ പച്ചമുളകിൻ്റെ ചെറിയ തോട്ടം നിങ്ങളെ കൂടെ കാണിച്ചു തരാമല്ലോ എന്ന്. അതാണ്. എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ കമൻ്റായിട്ട് പറയുക. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ. ഉച്ചയ്ക്ക് 2 മണിക്കത്തെ ലൈവിൽ നമുക്കെല്ലാവർക്കും കാണാം. ഇങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളാണ് എൻ്റെ വിശേഷങ്ങൾ. ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, ഫുഡുണ്ടാക്കുന്നു, കഴിക്കുന്നു, ഷോപ്പിൽ പോകുന്നു, തിരിച്ചു വരുന്നു. ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന മാവ് പൂത്തത്, അതിൽ കായുണ്ടാകുന്നത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. ആ മാവ് പൂത്തിട്ട് കണ്ടോ ചെറിയ ചെറിയ മാങ്ങകൾ ഉണ്ടായിരിക്കുന്നു. നമുക്കിതിങ്ങനെ ഇനിയും വലുതാകുന്നതിൻ്റെ ഒക്കെ പടങ്ങളും ഫോട്ടോകളും ഒക്കെ എടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അതിൽ കുറച്ചുകൂടെ വലുത് കണ്ടോ ഒറ്റയൊരു മാങ്ങയായിട്ട് നിൽക്കുന്നു. ഇവിടെ കൊച്ചു പിള്ളേരാരും ഇല്ലാത്തത് കൊണ്ട് ഇതിവിടെ അങ്ങനെ നിൽക്കുമെന്ന് കരുതുന്നു. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.